ഹലോ അസ്സലാമലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? കണ്ടില്ലേ ഉച്ചയൂണാവൻ്റെ മീനും ആരുമില്ല ഇജ്ജ് തിന്നാ. മീനും ചോറും ഒക്കെ കൂടെ കുഴച്ച് മിക്സാക്കിയിട്ട് കൊടുക്കുക. കണ്ടില്ലേ കേക്കിട്ടാ സുന്ദര കുറിഞ്ഞിക്കുട്ടി. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. സുന്ദര അവർക്ക് ഇങ്ങനെ തിന്നാൻ കൊടുക്കുമ്പോൾ മനസ്സിനൊരു സുഖമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. തിന്ന ഞാണ്ട് ഇവിടെ പേടിയാണേ, നായ്ക്കൾ വരുന്നുണ്ടോ, നായ്ക്കളും കടിക്കണ്ട, നല്ല നായ്ക്കളുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ നോക്കുക ശബ്ദം കേൾക്കുമ്പോഴത്തേന്. കുറിഞ്ഞിക്കുട്ടി, ഇതിന്റെ പേരെന്താ ആലമോളെ? നീന് പറഞ്ഞു കുറിഞ്ഞി പൂച്ചയാണ് ഇതില് പേരിട്ട് കൊടുത്തില്ലേ. കുറിഞ്ഞി കുറിഞ്ഞി കുറിഞ്ഞു കുറിഞ്ഞിപ്പൂച്ച. എങ്ങനെ പാട്ട് പാടാ? കുറിഞ്ഞിപ്പൂച്ചേ കുസൃതി പൂച്ചേ. പാട്. എങ്ങനെ? മിയാവ് മിയാവ്. അപ്പൊ എല്ലാരും ദുആ ചെയ്യാം. ഓക്കെ ശരി, അസ്സലാമു അലൈക്കും. ഇല്ല പേടിക്കണ്ട ഇജ്ജ് തിന്ന, ഞാണ്ട് ഇവിടെ. എന്താല്ലേ തിന്നണ കാണുമ്പോഴത്തേന് മനസ്സുഖം, ഒരു തൃപ്തിയല്ലേ മനസ്സിന്. അവരിങ്ങനെ തിന്നണ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഓക്കെ ശരി. മനുഷ്യനെ സ്നേഹിക്കണ എത്ര ബെറ്ററാണ് മൃഗങ്ങളെ സ്നേഹിച്ചാൽ. അവർക്ക് ആ കരുണയും നന്ദി ഉണ്ടാവും. മനുഷ്യന്മാർ ചതിയന്മാരാവും, പക്ഷേ മൃഗങ്ങൾ ചതിക്കില്ല. അവർക്ക് ആ സ്നേഹം ഉണ്ടാവും എന്നും. ഇപ്പം ഒന്ന് മീൻ നന്നാക്കുമ്പോൾ അത് നന്നാക്കണ കണ്ടും കൊണ്ട് അവനിരുന്നു. അവനക്ക് ആ വേസ്റ്റ് കൊടുക്കണ മാത്രം തിന്നിട്ട് മീനിലേക്ക് തൊടാനോ. അതുപോലെ രാവിലെ മീൻ വാങ്ങി വെച്ചിട്ട് ഞാൻ ഉച്ച 12:30 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ നന്നാക്കുമ്പോൾ ഒക്കെ അടുക്കള തുറന്നിട്ടിട്ട് സ്ലാബുമ്മ മീൻ വെച്ചിട്ട് അവൻ തൊട്ടൊന്ന് നോക്കുക, അവിടേക്ക് കയറൊന്നുമില്ല, അങ്ങനെ നടക്കുമായിരുന്നു. അതൊക്കെയാണ് അവൻ്റെ പ്രത്യേകതകൾ. പറയുമ്പോൾ ഒരാഴ്ച മുന്നേ ഇവിടെ വന്ന് അവൻ്റെ മുറി മാറ്റി കൊടുത്ത്, പിന്നെ അവനക്ക് കടിച്ചിട്ടാണ് വീണ്ടും മുറി ഇങ്ങനെ അധികമായത്. അപ്പോൾ അവൻ്റെ ഒരു ബുദ്ധി നോക്കാം, എടുക്കാൻ പാടില്ല എന്നറിയാം. അവനക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ എവിടെയും കയറിയൊരു സാധനം എടുക്കുക ഒന്നുമില്ല. അപ്പോൾ ഇത്രയും നല്ല എനിക്ക് വേണ്ടിയിട്ട്, കാരണം ചെറുപ്പത്തിലേ ഞാൻ വളർത്തിയതാണ്, എനിക്കത് അങ്ങനെ പഠിപ്പിച്ചതാണ് വിചാരിക്കുന്നത്. അതല്ലാതെ ഒരാഴ്ച മുന്നേ ഇവിടെ വന്ന് പിന്നെ അവനെ കാണാതെ 2-3 ദിവസമായി, അതിന് വിഷമമായി, പിന്നെ അങ്ങനെ വന്നതാണ്. ഒരു പരിചയമില്ലാത്തൊരു പൂച്ചയാണ്. അവൻ്റെ ഒരു സ്നേഹം കണ്ടപ്പോൾ വന്നപ്പോൾ ആ മുറി മാറ്റി കൊടുത്ത് അവനക്ക് ഇറച്ചി മീനൊക്കെ ഞാൻ നല്ലോണം കൊടുത്ത് അവനെ നോക്കി ഒരാഴ്ച. ആ ഒരു സ്നേഹം അതാണ് മനുഷ്യർക്ക് കൊടുക്കണേക്കാൻ മൃഗങ്ങളേക്കാൻ തിരിച്ചിട്ട്. എന്നിട്ട് 2 ദിവസം കാണാതായിട്ട് ഞാൻ കുറേ തിരഞ്ഞു നടന്നിട്ടും അവനെ കിട്ടിയില്ല. എന്നിട്ട് പിന്നെ അവൻ കണ്ട് 3-ൻ്റെ അന്ന് ഒരു 10-11 മണിക്ക് ഇങ്ങനെ കയറി വരുന്ന കാരണം കൊണ്ട് എൻ്റെ വിചാരം എന്തോ ജീവൻ പോയി ആളില്ല എന്നാൽ. ഞാൻ കുറേ തൊടു കൂടെയൊക്കെ നടന്ന് നോക്കിയിട്ട് കണ്ടില്ല. അതന്നെ സങ്കടമല്ല, മോൾക്കും വന്നു, എല്ലാവർക്കും വന്നു. ഇപ്പം കണ്ടില്ല, അവൻ വന്ന് അവൻ ഭക്ഷണം കഴിക്കുന്നു. ഒരു മുതൽ തൊട് നശിപ്പിക്കുക ഒന്നുമില്ല. ഉള്ളിൽ നടന്നാലും ഒന്നിലും കയറി ചാടി. അതാണ് അവൻ്റെ പ്രത്യേകത, അവൻ്റെ ബുദ്ധി അതാണ്. എല്ലാവരും ദുആ ചെയ്യുക, അവനൊന്നും പറ്റാതിരിക്കട്ടെ, അവനെന്നും ഉണ്ടാവട്ടെ കൂടെ. അപ്പോൾ ഓക്കെ ശരി, അസ്സലാമു അലൈക്കും.